നമസ്കാരം. ഐപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെക്കാനിക്കലിന്റെ മെഷീൻ ടൂൾസ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഡിസൈൻ ഓഫ് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡഡ് ജോയിന്റ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ ഷിയർ സ്ട്രെങ്ത്, ബി ടെൻസൈൽ സ്ട്രെങ്ത്, സി ബെൻഡിങ് സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പം ഒരു ട്രാൻസ്വേർസ് ഫില്ലറ്റ് വെൽഡഡ് ജോയിന്റിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഏത് സ്ട്രെങ്ത്തിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഷിയർ സ്ട്രെങ്ത് ആണോ, ടെൻസൈൽ ആണോ, ബെൻഡിങ് ആണോ, അതോ കംപ്രസീവ് ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. എ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ഈസ് ഡിസൈൻ ടു വിസ്റ്റോൺ പുള്ളിംഗ് ഫോഴ്സസ് വിച്ച് ആർ കൺസിഡേർഡ് ടെൻസൈൽ. ഓക്കെ, ഒരു ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് തന്നെ പുള്ളിംഗ് ഫോഴ്സസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പുള്ളിംഗ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ തന്നെ ടെൻസൈൽ ലോഡ്സ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു വെൽഡിൽ അതർ സ്ട്രെസ്സസ് ഷിയർ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൈമറി ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ദ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ ഈസ് if Z is absolute viscosity of the lubricant, N is the speed of the journal and P is bearing pressure. ഈ പറയുന്നതിൽ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലൂട്ട് വിസ്കോസിറ്റി, ലൂബ്രിക്കന്റിന്റെ അബ്സലൂട്ട് വിസ്കോസിറ്റി ആണ് ഇസഡ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ സ്പീഡ് ഓഫ് ദ ജേർണൽ ആണ്. പി എന്ന് പറഞ്ഞാൽ ബിയറിംഗിന്റെ പ്രഷർ ആണ്. അപ്പൊ ഇതില് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ നമുക്ക് ഈ മൂന്ന് പാരാമീറ്റർ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഇസഡ് പി ബൈ എൻ ആണോ, ഇസഡ് ബൈ പി എൻ ആണോ, ഇസഡ് എൻ ബൈ പി ആണോ, പി ബൈ സെഡ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഈസ് ഈക്വൽ ടു ഇസഡ് എൻ ബൈ പി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. ഇതാണ് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അല്ല, അതിന് മറ്റൊരു പേരുടെ പറയാനുണ്ട്, സോമർഫെൽഡ് നമ്പർ എന്നും പറയാറുണ്ട്. എസ് ഇസ് ഈക്വൽ ടു ഇസഡ് എൻ ബൈ പി. എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കന്റ്, സ്പീഡ് ഓഫ് ദ ജേർണൽ ആണ് എൻ, ജേർണൽ അതിന്റെ റെവല്യൂഷൻ പെർ സെക്കൻഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പി എന്ന് പറയുമ്പോൾ ബിയറിംഗ് പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ ഗിയേഴ്സ് യൂസ് ഫോർ കണക്ടിങ് ടു നോൺ ഇന്റർസെക്ടിങ് ആൻഡ് നോൺ പാരലൽ ഷാഫ്റ്റ്. അതായത് രണ്ട് നോൺ ഇന്റർസെക്ടിങ് നോൺ പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ സ്പൈറൽ ഗിയർ, ബി ബിവൽ ഗിയർ, സി ഹെലിക്കൽ ഗിയർ, ഡി മീറ്റർ ഗിയർ. റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ സ്പൈറൽ ഗിയേഴ്സ് ആണ്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ, സ്പൈറൽ ഗിയേഴ്സ്. നമുക്ക് നോക്കാം. ബിവൽ ഗിയേഴ്സ് അല്ലെ മീറ്റർ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് യൂസ്ഡ് ഫോർ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. ഇന്റർസെക്ടിങ് ഷാഫ്റ്റിന്റെ കേസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ബിവൽ. അതർ യൂസ്വലി റൈറ്റ് ആംഗിൾസിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഹെലിക്കൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത് പാരലൽ ഷാഫ്റ്റിന്റെ കേസിലാണ്. ഓക്കെ, ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ചെറുതായിട്ടുള്ള മിസ്അലൈൻമെന്റ് ഒക്കെ ഈ ഒരു ഷാഫ്റ്റിന് ഈ ഒരു ഗിയറിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് സ്പൈറൽ അല്ല സ്ക്രൂ ഗിയേഴ്സ് യൂസ് ചെയ്യുന്ന നോൺ പാരലൽ അല്ല നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റിന് വേണ്ടിയായിരിക്കും. നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് വിച്ച് ഗിയർ ഈസ് യൂസ് ഫോർ നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. ടു നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സ്പൈറൽ അല്ല സ്ക്രൂ ഗിയേഴ്സ് ആയിരിക്കും. ഓക്കെ, സ്പൈറലിന്റെ മറ്റൊരു പേരാണ് സ്ക്രൂ ഗിയേഴ്സ്, ബിവലിന്റെ മറ്റൊരു പേരാണ് മീറ്റർ ഗിയേഴ്സ്. ഹെലിക്കൽ ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്ത പാരലൽ ഷാഫ്റ്റിന് വേണ്ടിയാണ്. ഇതിനൊരു സ്ലൈറ്റ് ആയിട്ടുള്ള മിസ്അലൈൻമെന്റ്സ് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ദ സർക്കിൾ ഓൺ വിച്ച് ദ ഇൻവല്യൂട്ട് ഈസ് ജനറേറ്റഡ് ഇൻ എ സ്പർ ഗിയർ ഈസ് കോൾഡ്. അതായത് ഇൻവല്യൂട്ട് സ്പർ ഗിയറിൽ ഫോം ചെയ്യുന്ന സർക്കിളിന് പറയുന്ന പേരെന്തോന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ക്ലിയറൻസ് സർക്കിൾ, ബി പിച്ച് സർക്കിൾ, സി അഡൻഡൻ സർക്കിൾ, ഡി ബേസ് സർക്കിൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ബേസ് സർക്കിൾ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. പിച്ച് സർക്കിൾ. പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇമാജിനറി സർക്കിൾ വേർ ഗിയർ മോഷൻ ഈസ് കൺസിഡർ ടു റോൾ വിത്തൗട്ട് സ്ലിപ്പ്. അതായത് പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി സർക്കിൾ ആണ്. അവിടെ ഗിയർ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റോളിംഗ് മോഷൻ ആയിട്ടായിരിക്കും, സ്ലിപ്പ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഗിയർ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റോളിംഗ് മോഷൻ ആയിട്ടല്ല, റോൾ മോഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സ്ലിപ്പ് ആയിട്ടല്ല. ഓക്കെ, അടുത്താണ് അഡൻഡൻ സർക്കിൾ. അഡൻഡൻ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഗിയർ ടൂത്തിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള സർക്കിളിന് പറയുന്ന പേരാണ്, ഔട്ടർ സർക്കിൾ ഓഫ് ദ ഗിയർ ടൂത്ത് എന്ന് പറയുന്ന പേരാണ് അഡൻഡൻ സർക്കിൾ. ക്ലിയറൻസ് സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ടിന് താഴെയുള്ള സർക്കിൾ, അതായിരിക്കും ക്ലിയറൻസ്. മെഷീൻ ടീത്തിന് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റൂട്ടിന് താഴെയുള്ള സർക്കിൾ എന്ന് പറയുന്ന പേരാണ് ക്ലിയറൻസ് സർക്കിൾ. ഇതിനെല്ലാം നമ്മൾ മെഷീൻ ടൂൾസിൽ ഫിഗറോടെ പഠിക്കുന്നതാണ്. ആ ഫിഗറോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇത് പഠിച്ച കഴിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയറൻസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ക്ലിയറൻസ് ബിറ്റ്വീൻ, മെഷീൻ ടീത്തിന് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിയറൻസ് സർക്കിളും റൂട്ടിന് താഴെയുള്ള സർക്കിളാണ് ക്ലിയറൻസ് സർക്കിൾ. ബേസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞത് സർക്കിൾ വിച്ച് ഫോം ഇൻവല്യൂട്ട് കർവ്, പെർ ഗിയർ ഇൻവല്യൂട്ട് കർവ് ഫോം ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ബേസ് സർക്കിൾ ആണ്. ഓക്കെ,
ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ബേസ് സർക്കിൾ. അടുത്ത നമുക്ക് നോക്കാം, ഓർണമെന്റ്സ് ആർ കാസ്റ്റ് ബൈ. ഓർണമെന്റ്സ് കാസ്റ്റ് ചെയ്യുന്ന ഏത് മെത്തേഡ് കൊണ്ടാണ്? ഓപ്ഷൻ എ ഡൈ കാസ്റ്റിംഗ്, ബി പ്രസ്ഡ് കാസ്റ്റിംഗ്, സി ഗ്രാവിറ്റി കാസ്റ്റിംഗ്, ഡി കണ്ടിന്യൂസ് കാസ്റ്റിംഗ്. ആക്ച്വലി ഓപ്ഷൻ ബി പ്രസ്ഡ് കാസ്റ്റിംഗ് ആണ്. അത് റീസൺ ഞാൻ പറയാം. പ്രസ്ഡ് കാസ്റ്റിംഗ് ഇസ് എ പെർമനന്റ് മോൾഡ് ടൈപ്പ് പ്രോസസ് യൂസ് ഫോർ തിൻ വാൾഡ് ഓർ ഡെക്കറേറ്റീവ് ഓർണമെന്റ്സ് അല്ല ആർട്ടിക്കിൾസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ആണ് പ്രസ്ഡ് കാസ്റ്റിംഗ്. കാരണം അത് ഒരു ഗുഡ് സർഫസും ഒരു സ്മോൾ ഓർണമെന്റൽ ഐറ്റത്തിനൊക്കെ നമുക്ക് സൂറ്റബിൾ ആണ്. സ്മോൾ ഓർണമെന്റ് ഇതിൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓപ്ഷൻ ഈ സ്ലഷ് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷനിൽ സ്ലഷ് കാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രസ്ഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലഷ് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, പ്രസ്ഡ് കാസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചെറിയ സ്മോൾ ഓർണമെന്റൽ ഐറ്റംസിനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന് ഗുഡ് സർഫസ് ഫിനിഷിംഗ് കാണും, സൂട്ടബിൾ ഫോർ സ്മോൾ ഓർണമെന്റൽ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. സർഫസ് ഫിനിഷ് ഗുഡ് ആയതുകൊണ്ടും ഡെക്കറേറ്റീവ് ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ റൈറ്റ് ആൻസർ ഓർണമെന്റ് കാസ്റ്റ് ചെയ്യുന്നത് സ്ലഷ് കാസ്റ്റിംഗ് വെച്ചായിരിക്കും. ഈ ഓപ്ഷനിൽ അത് പറയാതെയാണ് നമ്മൾ പ്രസ്ഡ് കാസ്റ്റിംഗ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, impurities are uniformly distributed, collected in the center of the casting, forced outside surface, collected in the middle of section of casting. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗിൽ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ, അതോ നമ്മളതിനെ കാസ്റ്റിംഗിന്റെ സെന്ററിൽ കളക്ട് ചെയ്യുവാണോ, ഫോഴ്സ്ഡ് ഔട്ട്സൈഡ് സർഫസ് ആണോ, അത് ഔട്ട്സൈഡ് സർഫസ് നമ്മൾ ഫോഴ്സ് ചെയ്ത് വെക്കുവാണോ, അതോ കളക്ടഡ് സെക്ഷന്റെ കാസ്റ്റിംഗിന്റെ സെക്ഷന്റെ മിഡിൽ നമ്മൾ കളക്ട് ചെയ്യണം? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, കളക്ടഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ കാസ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. In the centrifugal casting, due to centrifugal force, the denser metal is thrown outward while the lighter impurities and slag get collected toward the center. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡെൻസ് ആയിട്ടുള്ള മെറ്റഡ് ഔട്ട്വേർഡ്സിലോട്ട് ത്രോൺ ചെയ്യപ്പെടുകയും ചെയ്യും. ലൈറ്റർ ഇമ്പ്യൂരിറ്റീസും സ്ലാഗും ഒക്കെ എന്ത് ചെയ്യും? ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ സെന്റർ ആയിട്ട് എന്ത് ചെയ്യും? കളക്ട് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കളക്ടഡ് ഇൻ ദ സെന്റർ ഓഫ് ദ കാസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ മെഷീൻ ടൂൾസ് ചാറ്റർ ഇസ് ഡ്യൂ ടു. മെഷീൻ ടൂൾസിൽ ചാറ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഫ്രീ വൈബ്രേഷൻ, ബി ഫോഴ്സ്ഡ് വൈബ്രേഷൻ, സി സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ, ഡി കട്ടിംഗ് വൈബ്രേഷൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ. മെഷീൻ ടൂൾസിൽ ചാറ്റർ ഉണ്ടാവുന്നത് സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ കൊണ്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ റീസൺസ് നോക്കാം. ഇൻ മെഷീൻ ടൂൾ, chatter is a type of self-excited vibration that occurs due to cutting due to the interaction between the cutting tool and workpiece. ഓപ്പൺ ലിങ്ക് ടു റീജനറേഷൻ ഓഫ് വേവ്നെസ്. അപ്പം മെഷീൻ ടൂൾസിൽ ചാറ്റർ ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ കാരണമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിംഗ് ടൂളിന്റെയും വർക്ക് പീസിന്റെയും ഇന്ററാക്ഷൻ കാരണമായിരിക്കും. ആ ഒരു ഇന്ററാക്ഷൻ കാരണം കൊണ്ട് തന്നെ റീജനറേഷൻ ഓഫ് വേവ്നെസ് അവിടെ ലിങ്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് ടു റീജനറേഷൻ ഓഫ് വേവ്നെസ് ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഷീൻ ടൂൾസിൽ ചാറ്റർ ഉണ്ടാകുന്നത് സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ കാരണമായിരിക്കും. ആ പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. എ ഗുഡ് ലൂബ്രിക്കന്റ് ഫോർ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ ഈസ്. ഈ താഴെ പറയുന്നതിൽ ലൂബ്രിക്കന്റിൽ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷന് സൂറ്റബിൾ ആയിട്ടുള്ള ഗുഡ് ലൂബ്രിക്കന്റ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, മിനറൽ ലാർഡ് ഓയിൽ, എമൽസിഫൈഡ് ഓയിൽ, ഡി വൈറ്റ് ലെഡ്. ഓപ്ഷൻ ബി മിനറൽ ലാർഡ് ഓയിൽ ആണ് ഗുഡ് ലൂബ്രിക്കന്റ് ആയിട്ട് ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷന് പറയുന്നത്. അത് റീസൺ നമുക്ക് നോക്കാം. ഫോർ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ എ ഗുഡ് ലൂബ്രിക്കന്റ് മസ്റ്റ് റിഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ. അപ്പൊ ഒരു ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷനിൽ ആ ലൂബ്രിക്കന്റ് ചെയ്യേണ്ട കാര്യം ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം, ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും വേണം. ഇതിന് പറ്റിയ ഒരു സൂറ്റബിൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ മിനറൽ ലെഡ് ഓയിൽ ആണ്. അത് കാരണം അതൊരു എക്സലന്റ് ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും, ഒരു കൂളിംഗ് ത്രെഡിംഗ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന ഗുഡ് ലൂബ്രിക്കന്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ മിനറൽ ലാർഡ് ഓയിൽ ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടൂൾ ലൈഫ് ഈസ് മോസ്റ്റ് എഫക്റ്റഡ് ബൈ. ടൂൾ ലൈഫ് ഏറ്റവും കൂടുതൽ ഈ പറയുന്നതിൽ എന്തുകൊണ്ടാണ് എഫക്ട് ചെയ്യുന്നത്? എ കട്ടിംഗ് സ്പീഡ്, ബി ടൂൾ ജോമെട്രി, സി മൈക്രോസ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ ബീങ് കട്ട്, ഡി ഫീഡ് ആൻഡ് ഡെപ്ത്. ഓക്കെ, ഈ പറയുന്നതിൽ ടൂൾ ലൈഫ് എഫക്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ കട്ടിംഗ് സ്പീഡ് കാരണമായിരിക്കും. നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. ടൂൾ ലൈഫ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന കട്ടിംഗ് സ്പീഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് കട്ടിംഗ് സ്പീഡ് ചെറിയ ഇൻക്രീസ് അല്ലെങ്കിൽ ചെറിയൊരു ഇൻക്രീസ് തന്നെ വന്നു കഴിഞ്ഞാൽ കട്ടിംഗ് സ്പീഡിൽ ഡ്രാസ്റ്റിക് ആയിട്ട് ടൂൾ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും? ടൂൾ ലൈഫിനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് കട്ടിംഗ് സ്പീഡിന് ചെറിയൊരു ഇൻക്രീസ് വന്നാൽ പോലും ടൂൾ ലൈഫിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് ഡ്രാസ്റ്റിക്കലി. ടൂൾ ലൈഫ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, ടൂളിന്റെ ലൈഫ് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും കട്ടിംഗ് സ്പീഡ്. അപ്പം ഓക്കെ, നമ്മളത് പഠിക്കുന്നതാണ് ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, കട്ടിംഗ് സ്പീഡ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ മെഷീനിങ് പ്രോസസ് ഇൻ വിച്ച് ദ മെറ്റൽ ഓഫ് വർക്ക് പീസ് ഇസ് ഡിസോൾഡ് ഈസ്. അതായത് ഈ താഴെ പറയുന്ന ഏത് മെഷീനിങ് പ്രോസസ്സിലാണ് വർക്ക് പീസിലെ മെറ്റൽ ഡിസോൾവ് ആവുന്നത്? എ കെമിക്കൽ മെഷീനിങ്, ബി അൾട്രാസോണിക് മെഷീനിങ്, സി ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്,
ഡി ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. ഇതിൽ ഇഡിഎമോ ഇസിഎമോ? റൈറ്റ് ആൻസർ ഇസിഎം ആണ്. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. കെമിക്കൽ മെഷീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന കെമിക്കൽ ഇച്ചിങ് ഉണ്ടായിരിക്കും. അൾട്രാസോണിക് മെഷീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലറി, അബ്രാസീവ് സ്ലറി യൂസ് ചെയ്തിട്ടായിരിക്കും മെക്കാനിക്കൽ ഇറോഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേസമയം ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ് ഇഡിഎം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്പാർക്ക് ഇറോഷൻ, മെൽറ്റിംഗ് ആൻഡ് വേപ്പറൈസേഷൻ, സ്പാർക്ക് ഇറോഷൻ വഴിയായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിങ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഷീനിങ് പ്രോസസ്സിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോലൈറ്റിക് ഡിസൊല്യൂഷൻ വഴി നമ്മുടെ മെറ്റീരിയലിനെ ഡിസോൾവ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ പൗഡർ മെറ്റലർജി പാർട്ട് ഹാസ് ടൈനി കാപ്പിലറി പോർട്സ് ഓൾ ഓവർ വിച്ച് ക്യാൻ ബി ഫിൽഡ് ബൈ ഓയിൽ ഓർ അതർ ലൂബ്രിക്കന്റ് ഈസ് കോൾഡ്. അതായത് പൗഡർ മെറ്റലർജിയിൽ ടൈനി പോർസ് ഉള്ള കാപ്പിലറി പോർസ് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് കൊണ്ട് ഫിൽ ചെയ്യുന്ന മെത്തേഡ്സിന് പറയുന്ന പേരെന്താണ്? അതായത് മെറ്റലർജിക്കകത്ത്, പൗഡർ മെറ്റലർജിക്കകത്ത് അതിന്റെ ടൈനി പോർസ്, കാപ്പിലറി പോർസ് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് കൊണ്ട് ഫിൽ ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരെന്താണ്? റീപ്രസിംഗ് ആണോ, ഇംപ്രഗ്നേഷൻ ആണോ, ഇൻഫിൽട്രേഷൻ ആണോ, സിൻഡറിംഗ് ആണോ? ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ഇംപ്രഗ്നേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ റീപ്രസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിൻറ്റേർഡ് പാർട്ടിന് നമ്മൾ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യാനും ആ ഒരു പ്രോപ്പർ ഫിനിഷ് ഒന്നുകൂടെ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീപ്രസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇംപ്രഗ്നേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, പോസിന് നമ്മൾ ലൂബ്രിക്കന്റ് ഓയിൽ കൊണ്ട് ഫിൽ ചെയ്യുന്ന മെത്തേഡിനാണ് ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. ഇൻഫിൽട്രേഷൻ നമ്മൾ സെയിം പോഴ്സിനെ മോൾട്ടൺ മെറ്റൽ അല്ലെങ്കിൽ ലോവർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലിനെ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. സിൻഡറിംഗ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, നമ്മൾ പ്രസ്ഡ് പൗഡറിനെ മെൽറ്റിംഗ് പോയിന്റ് ബിലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് സിൻഡറിംഗ് എന്ന് പറയുന്നത്. അത് ബോണ്ടിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സിൻഡറിംഗ്. ഈ പറയുന്നതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇൻക്രീസിംഗ് ദ പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ വിൽ മേക്ക് ദ ടൂൾ. അതായത് പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ നമ്മൾ കൂട്ടുവാണെങ്കിൽ ടൂളിന് എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? അത് വീക്കർ ആവുമോ, സ്മൂത്തർ ആവുമോ, ഹാർഡർ ആവുമോ, അത് സ്ട്രോങ്ങർ ആവുമോ? റൈറ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, വീക്കർ ആവും. ടൂള് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കട്ടിങ് ആക്ഷൻ സ്മൂത്ത് ആവും, പക്ഷെ ടൂള് വീക്ക് ആവുകയും ചെയ്യും. കാരണം അത് ടൂളിന്റെ സ്ട്രെങ്തിനെ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും കട്ടിങ് ആക്ഷൻ പക്ഷേ സ്മൂത്തർ ആവുകയായി. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഇൻക്രീസിംഗ് ദ പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ വിൽ മേക്ക് ദി കട്ടിങ് ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഇവിടെ ടൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, വീക്കർ. അതായത് ടൂളിന്റെ സ്ട്രെങ്ത് റിഡ്യൂസ് ആവും, അതുകൊണ്ട് തന്നെ ടൂൾ വീക്കർ ആവും. അടുത്തതാണ് 85 ക്വസ്റ്റ്യൻ. എ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ഇൻ എ ബുഷ് ബിയറിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഒരു ഷാഫ്റ്റ് ഒരു ബുഷ് ബിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നു, അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഈ ടൈപ്പിൽ ഏത് ഫിറ്റിന്റെ എക്സാമ്പിൾ ആണ്? സ്ലൈഡിംഗ് ഫിറ്റ് ആണോ, റണ്ണിംഗ് ഫിറ്റ് ആണോ, റൊട്ടേഷൻ ഫിറ്റ് ആണോ, ഡി ഡ്രൈവിംഗ്? നമുക്കെല്ലാം അറിയാം ഓപ്ഷൻ ബി ആണ്, റണ്ണിംഗ് ഫിറ്റിന് എക്സാമ്പിൾ ആണ് ഒരു ഷാഫ്റ്റ് ബുഷ് ബിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഷാഫ്റ്റ് ബുഷ് ബിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എക്സാമ്പിൾ ഓഫ് റണ്ണിംഗ് ഫിറ്റ് ആണ്, വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ക്ലിയറൻസ് ഫിറ്റ്. ക്ലിയറൻസ് ഫിറ്റിന്റെ ഒരു ടൈപ്പ് ആണ് റണ്ണിംഗ് ഫിറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്മൂത്ത് റൊട്ടേഷൻ വേണ്ടിയാണ്. ആ ഒരു അവിടെ ഒരു മോഡറേറ്റ് സ്പീഡിലായാലും മിനിമൽ പ്ലേ അവിടെ ഉണ്ടാകത്തുള്ളൂ. സ്മൂത്ത് റൊട്ടേഷനും കാണും, മിനിമൽ പ്ലേ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റണ്ണിംഗ് ഫിറ്റ് ആണ് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗിന്റെ ബുഷ് ബിയറിംഗിന്റെ എക്സാമ്പിൾ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 86th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ടു ഫൈൻഡ് ദ എഫക്റ്റീവ് ത്രെഡ് ഡയമീറ്റർ. ഈ താഴെ പറയുന്നതിൽ എഫക്റ്റീവ് ത്രെഡ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റാത്ത മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ത്രെഡ് മൈക്രോമീറ്റർ, ഓപ്ഷൻ ബി ടു വയർ മെത്തേഡ്, ഓപ്ഷൻ സി വി പീസ് മെത്തേഡ്, ത്രീ വയർ മെത്തേഡ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, വി പീസ് മെത്തേഡ്. ബാക്കി 3 മെത്തേഡും ത്രെഡ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് എഫക്റ്റീവ് ത്രെഡ് ഡയമീറ്റർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് ഫ്രം ദ ജോയിന്റ് റൂട്ട് ടു ദ ടോ ഓഫ് ദ വെൽഡ് ഈസ് കോൾഡ്. അതായത് ജോയിന്റ് റൂട്ട് തൊട്ട് ടോ വരെ വെൽഡിന്റെ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ലെഗ് ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ഫേസ് എന്നാണ് പറയുന്നത്, സി എഫക്റ്റീവ് ത്രോട്ട്, ഡി ആക്റ്റീവ് ത്രോട്ട്. ഇപ്പം റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ലെഗ് ആണ്. നമുക്ക് നോക്കാം. ലെഗ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ജോയിന്റ് റൂട്ട് ടു ദ ടോ ആണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെൽഡിന്റെ എക്സ്പോസ്ഡ് സർഫസ് എന്ന് പറയുന്ന പേരാണ് ഫേസ്. ത്രോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, റൂട്ടിൽ നിന്ന് വെൽഡ് ഫേസ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മൾ ത്രോട്ട് എന്ന് പറയുന്നത്. ആക്ച്വൽ ആയാലും എഫക്റ്റീവ് ആയാലും ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം റൂട്ട് ടു വെൽഡ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞേക്കുന്ന റൂട്ട് തൊട്ട് ടോ വരെയുള്ള വെൽഡിന്റെ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ്, അതിൽ ആക്ച്വലി ലെഗ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ദ കണ്ടാമിനേഷൻ ലെയേഴ്സ് ബിറ്റ്വീൻ ദ സർഫസ് ടു ബി വെൽഡഡ് ആർ റിമൂവ്ഡ് ബൈ. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗിൽ കണ്ടാമിനേഷൻ ലെയർ, സർഫസിൽ ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ ലെയർ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ,
നമ്മൾ വെൽഡ് ചെയ്യുന്ന സർഫസിൽ കണ്ടാമിനേഷൻ ലെയർ ഫോം ചെയ്യുന്നുണ്ട് രണ്ട് ബിറ്റ്വീൻ ദ സർഫസിൽ. ആ ഒരു കണ്ടാമിനേഷൻ ലെയേഴ്സ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിൽ എങ്ങനെ റിമൂവ് ചെയ്യാന്ന്? ഓപ്ഷൻ എ ആൽക്കോൾ വെച്ച്, ബി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വഴി, സി സാൻഡ് പ്ലാസ്റ്റിക്, ഡി വാട്ടർ ജെറ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വഴിയാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിലെ കണ്ടാമിനേഷൻ ലെയേഴ്സിനെ മാറ്റുന്നത്. ഓക്കെ, നമുക്ക് കാണാം ഇൻ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ദ കണ്ടാമിനേഷൻ ആൻഡ് ഓക്സൈഡ് ലെയേഴ്സ് ബിറ്റ്വീൻ ദ സർഫസ് ആർ റിമൂവ് പ്രൈമർലി ബൈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഡ്യൂറിംഗ് ദ വെൽഡിംഗ് പ്രോസസ്. ആ വെൽഡിംഗ് പ്രോസസ്സിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വഴിയായിരിക്കും അതിനെ റിമൂവ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.